ബിഗ് ബോസിനെ പറ്റിയാണ്. ഓരോ സീസണും യൂണീക്കാണ്, ഈ സീസൺ യൂണീക്കാണ്. എല്ലാവരും കളിക്കുന്നുണ്ട്, കളിക്കട്ടെ. എന്നാലും ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ ആരിലാണോ? എൻ്റെ പ്രതീക്ഷ ബിഗ് ബോസിലാണ്. ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റൊക്കെ എല്ലാവരും പുറത്തുനിന്ന് പറയണത് വേസ്റ്റ് ആണെന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുറത്തുനിന്ന് വരുന്ന ഒരു മനുഷ്യനും ഒരു വ്യക്തിയും വേസ്റ്റ് അല്ല. അല്ല, അവർ തെരഞ്ഞെടുത്ത് കയറ്റിയവരെല്ലാം പ്രീവിയസ് സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ സീസണിൽ കണ്ടന്റ് നിലവാരം കുറവാണ് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ കൊണ്ടുവന്ന 5 വയസ്സുകാർ നിലവാരം കുറവാണെന്ന് ആരാ പറയുന്നത്? ഓഡിയൻസ് ആണ് പറയുന്നത്. മെജോറിറ്റി ഓഡിയൻസ് കൊണ്ടുവന്നത്. അല്ല, അതിനെന്താ രേണുസുതി അവിടെ ഒന്നും കാണിച്ചില്ല. ആ ഒരുപാട് പേരുടെ പ്ലാറ്റ്ഫോമിന് വിപരീതമായിട്ട് രേണുസുദിനെ പോലുള്ള ഒരാളെ കൊന്ന് അവിടെ ഞാനല്ലോ അല്ല. അപ്പൊ ഒരു ഓഡിയൻസിലേക്ക് റോബിനൊക്കെ എന്താ തോന്നുന്നത്? കാരണം അത് ഇത്ര അധികം പലരും പല രീതിയിലുള്ള ഓഡിഷൻ നടന്നിട്ടാണ് ഈ രീതിയിൽ കണ്ട് ഓരോരുത്തരെ അതിൽ പുള്ളി സെലക്ട് ആവുന്നത്. എന്നിട്ട് ഈ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഓഡിയൻസിന് നിരാശയാണ് വരുന്നത്. ഞാൻ പറയട്ടെ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തത് കണ്ടന്റ് അല്ലേ? അപ്പൊ അതിനകത്ത് ഇത്രയും പേരുണ്ടാഞ്ഞിട്ട് റേണുസുദിനെ പറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തതിനെ പറ്റിയല്ലേ ഇവിടെ ചോദിക്കുന്നില്ലേ? നിങ്ങൾ ചോദിക്കുന്നില്ലേ? വേറൊരു കണ്ടന്റിനെ പറ്റി ചോദിക്കുന്നില്ല. കണ്ടന്റ് അല്ലേ? ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് രേണുസുദിയുടെ കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ കാണാനുണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ രേണുസുദിയൊക്കെ ആദ്യത്തെ പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ രേണുസുദിനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയതുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറ്റി ഞാൻ എന്ത് പറയണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഇത് പഴയ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പൊ റോബിനൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഓരോ കണ്ടസ്റ്റന്റിനായാലും ഓരോ രീതിയിലുള്ളൊരു പ്രയോറിറ്റി കൊടുത്തിട്ടായാലും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ അത്രത്തോളം കോണ്ടന്റ് വരുന്നില്ല. അതിനനുസരിച്ച് കണ്ടസ്റ്റന്റ് ഒക്കെ ഒരു വെറുതെ ഒരു കാര്യമില്ലാത്തുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി. ചോദിക്കുന്ന ചോദ്യം എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. അങ്ങനെ ആയി വരാൻ കാരണം എന്തുകൊണ്ടാണ്? അല്ല, പ്രീവിയസ് കണ്ടന്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ കറക്റ്റ് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബിഗ് ബോസ് വിന്നേഴ്സ് ആണ് അല്ലേ? അഖിൽമാരാറിന്റെ അടുത്ത് ചോദിക്കൂ. ഞാനതിൽ ഔട്ടായ ഒരാളാണ്. കളിച്ചു വന്നതാണല്ലോ. റോബിൻ പോയത് കാരണം ഓഡിയൻസിന്റെ ഇഷ്ടപ്രകാരമല്ല റോബിൻ പോയത്. വന്നിട്ടേ പോണു തള്ളു. റോബിൻ ചേട്ടാ കുറച്ചിറങ്ങിന്നു. എല്ലായിടത്തും കുറച്ച് ബാക്കിലോട്ട് നീങ്ങിക്കേ. നിന്ന് സംസാരിക്കല്ലേ ചെയ്യണത്. ഞങ്ങൾ പറയുന്ന അതേ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായമാണ്. കണ്ടന്റ് ഇല്ല. ബിഗ് ബോസ് ഓരോ സീസൺ കഴിയുന്നോറും നിലവാരം എടാ, കണ്ടന്റ് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ സെലക്ട് ചെയ്യുന്നത് അവരുടെ ടീമാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പോയി കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അവർ കളിക്കാത്തതിന് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? പറയാം. ഞാൻ ഒരു കാര്യത്തിന് ഇടപെടാതെ എൻ്റെ വഴി കൂടെ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കല്ലേ? ഇല്ല, ഞാൻ ഫുള്ള് കാണുന്നില്ല. ഇടയ്ക്ക് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആരുടെ ഗെയിം ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്? ഈ പ്രാവശ്യം ലാലേട്ടൻ കിടിലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മി കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിന് വിഷയം കേട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കളിക്കട്ടെ, ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ. 1 വീക്ക് കേരളയിലെ ഏറ്റവും വേസ്റ്റ് വൈൽഡ് കാർഡ് എന്നാ പറയണത്. എന്റെ പൊന്നു ബ്രോ, ഒരു മനുഷ്യനും വേസ്റ്റ് അല്ല. ഏത് ഞാൻ പറയട്ടെ, ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ട് 10-17 പേരിൽ ഒരാളല്ലേ? അപ്പൊ അവരെങ്ങനെ വേസ്റ്റ് ആവുന്നത്? അല്ല, ഒരുപാട് പേരില്ലേ? തെരഞ്ഞെടുത്ത് കയറ്റിയാൽ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിൽ അതിന്റെ അകത്തുള്ള ഓഡിയൻസ് അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്താണോ ചോദിക്കേണ്ടത്? ഞാൻ ഇതിലൊരു കണ്ടസ്റ്റന്റ് മാത്രമല്ലായിരുന്നു. എന്റെ അടുത്താണോ ചോദിക്കേണ്ടത്? സുഹൃത്താന്നുള്ള രീതിയിൽ അല്ല, പുള്ളിക്കാരി രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. പുള്ളിക്കാരി കളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലതാണ്. അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്ത് പറയാനാ അതിന്? നിങ്ങൾ എന്ത് ടിപ്പാണ് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് ടിപ്പ് പറഞ്ഞു കൊടുക്കണം? നിങ്ങളുടെ ഫ്രണ്ടാണല്ലോ ലക്ഷ്മി. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ എൻ്റെ ഒരു ഇത് അനുസരിച്ചാണെങ്കിൽ ഇപ്പം ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവർ കളിക്കുന്നത്, കോമ്പറ്റ് ചെയ്യുന്നത്. അതിന് പകരം പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടന്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് കളിക്കുക. അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ എതിരാളികൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകരുടെ അടുത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഓരോ ഇപ്പോൾ കണ്ടസ്റ്റന്റ് പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിന് പകരം കുറച്ച് പ്രേക്ഷകരെയും കൂടെ കൺസിഡർ ചെയ്യുക. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രേക്ഷകരാണ്, കണ്ടസ്റ്റൻസ് അല്ല അല്ലേ? അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് അവരുടെ പൾസ് അനുസരിച്ച് അവരുടെ ഇഷ്ടം അനിഷ്ടങ്ങളെ നോക്കി കണ്ട് കളിച്ചു കഴിഞ്ഞാൽ
പ്രേക്ഷകരുമായിട്ട് കണക്ട് ആവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റും പ്രേക്ഷകരായിട്ട് കണക്ട് ആവാത്തത്. അത് മാത്രമല്ല ചേട്ടാ, റോബിൻ ചേട്ടന് ശേഷം വന്ന പലരും റോബിൻ ചേട്ടനെ അനുകരിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിപ്പോ എന്നെ മാത്രമല്ല പലരും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സീസൺ ഈ കരച്ചിലൊക്കെ ഒരു നാടകമായിട്ട് തോന്നുന്നുണ്ടോ റോബിന്? എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ, ഞാൻ അതിൽ വേറെ ഒന്നും കണ്ടില്ല. ഇപ്പൊ കരയുന്ന നാടകമാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ അവര് കരയുന്നു. അല്ല, എന്നും എപ്പോഴും കരച്ചിലാണ്. കരയുന്ന ഒരു നാടകമാണോ? റോബിൻ ദേഷ്യപ്പെട്ട് ഇവിടെ കളിയാക്കി ഒരുപാട് പേരുണ്ട്. അത് റോബിൻ അന്ന് പറഞ്ഞിരുന്നത് അത് റോബിന്റെ ഇമോഷണലാന്ന് പറഞ്ഞത്. അപ്പൊ അത് ചിലപ്പോൾ അനുമോളിന് കരയാൻ തോന്നുന്നവർ കരയും, ഇനി കരയാൻ തോന്നില്ലെങ്കിൽ കരയുന്നില്ല. ഇപ്പൊ കരഞ്ഞാണ് ഓരോ ആൾക്കാർ സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് എന്തോ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരും അതിനകത്ത് ചെന്ന് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി, എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ലല്ലോ. അവരോ പറയുന്നിട്ട് കണ്ണുപോലും നടന്നില്ല എന്തിനാ കണ്ണാരെന്ന്. ഇപ്പൊ എല്ലാ ആളും എപ്പോഴും ഇപ്പൊ ഇൻഷിലി അവിടെ ചെല്ലുമ്പം ഈ പുതിയ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ വിഷമം വരും, സങ്കടം വരും. അത് കഴിഞ്ഞ് ഓരോരുത്തർ ഫേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ അത്രയും വന്ന് പറഞ്ഞിട്ടും ആ കുട്ടി അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്കത് അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ താങ്കൾ തന്നെ സപ്പോർട്ട്, ഞാൻ ഓൾറെഡി ചോദിച്ചു ദേവലക്ഷ്മി താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്കൾ തന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ അതിൻ്റെ അകത്ത് കയറി പുള്ളിക്കാരി കളിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പുള്ളിക്കാരിയുടെ രീതിയിൽ പുള്ളിക്കാരി കളിക്കട്ടെ, ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റ് സീസണുകൾ വെച്ച് ഈ സീസൺ ഭയങ്കര കഷ്ടപ്പാടാണോ? ഏഴിന്റെ പണി എന്നുള്ള രീതി ഇതാണ് എനിക്ക് കഷ്ടപ്പാട് നിങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടേ, ഞാൻ പറയട്ടെ, ഞാൻ അതിൻ്റെ അകത്ത് ബിഗ് ബോസ് കളിക്കുമ്പോൾ 24 മണിക്കൂർ ഞാൻ ആ ഗെയിമിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്ന റീൽസും ഈ പറഞ്ഞ കണക്ക് ഓരോരുത്തർ അഭിപ്രായം പറയുന്ന വീഡിയോസും ട്രോൾസൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യാം? എനിക്കറിയത്തില്ല. ഓരോ സീസൺ വരുമ്പോഴും എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നത് വെച്ചാൽ റോബിനോളം നല്ലൊരു കണ്ടസ്റ്റന്റ് വന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളാണ് 7 സീസണായി മലയാളത്തിൽ തന്നെ. മലയാളത്തിൽ ഓരോ സീസൺ വരുമ്പോഴത്തേനും റോബിനോളം നല്ലൊരു കണ്ടസ്റ്റന്റ് വന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിലെ വെറും ഒരു സാധാരണ കണ്ടസ്റ്റന്റ് മാത്രം. എന്നെക്കാട്ടിയും കളിക്കുന്ന ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനാണ് വലിയ കണ്ടസ്റ്റൻ്റ് എന്നോ അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ സീസൺ എന്ന് ഭയങ്കര വലുതെന്നൊന്നും പറയുന്നില്ല. എല്ലാ സീസണും യൂണീക്കാണ്, എല്ലാ കണ്ടസ്റ്റൻസും നല്ലത് തന്നെയാണ്. ഉണ്ടാക്കിയ ഓളം വേറെ ആർക്കും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സങ്കടം ഉണ്ടായി. അല്ല, സങ്കടമില്ല, അതിനെ കുറിച്ച് പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് ഓളം ക്രിയേറ്റ് ചെയ്യുന്നത്. ജനങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായില്ലേ? ഈ പറഞ്ഞിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പകരം പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കി കൺസിഡർ ചെയ്ത് അവരുടെ ഇഷ്ടവും കൂടെ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ കണക്ട് ആവും. അത്ര സിമ്പിൾ. അനുമോള് പ്രേക്ഷകർക്ക് വിപരീതമായിട്ടാണ് കളിക്കുന്നത്. ആ കൊച്ചു കളിക്കട്ടെ, കുഴപ്പമില്ല, കളിക്കട്ടെ. ശരി, ഓൾ ദ റോബിനെ PR എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും? PR ഇൻഫ്ലുവൻസ് ഉണ്ട്.